ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. ഇന്ന് നമുക്ക് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. അത് എല്ലാ മത്സര പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അംശബന്ധവും അനുപാതവും. ഇതിനെപ്പറ്റി ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ അത് അപ്ലൈ ചെയ്യേണ്ട ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇത് നമ്മുടെ നിത്യജീവിതത്തിലും അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിന് എല്ലാ ടെസ്റ്റിലും കാണപ്പെടുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ കാണാം. അത് നമുക്ക് അതിൻ്റെ തിയറി നന്നായിട്ട് പഠിക്കാം. തിയറി പഠിച്ചാൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, തിയറി വിശദമായിട്ട് അതിൻ്റെ ബേസിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് റേഷ്യോ, എന്താണ് പ്രൊപ്പോർഷൻ, അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ചോദ്യങ്ങളും അത് സംബന്ധിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാം. ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? റേഷ്യോ നമ്മൾ കേട്ടിട്ടുണ്ട്. റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ മലയാളം അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കാമല്ലോ. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് രണ്ടോ അതിൽ കൂടുതലോ വാല്യൂസ് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത്. രണ്ടോ അതിൽ കൂടുതലോ വാല്യൂസിൻ്റെ കമ്പാരിസനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കമ്പാരിസണാണ്. രണ്ടോ അതിൽ കൂടുതലോ വാല്യൂസ് കമ്പയർ ചെയ്യുക. അതായത് റേഷ്യോസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ റേഷ്യോ ഈസ് ദ രണ്ടോ അതിൽ കൂടുതലോ വാല്യൂസ് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ടേം ഉപയോഗിക്കുക. റേഷ്യോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് റേഷ്യോ എന്ന്, റേഷ്യോ പ്രൊപ്പോർഷൻ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് 2 or more വാല്യൂസ്. രണ്ടോ അതിൽ കൂടുതലോ വാല്യൂസ് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് 300 മാങ്ങയുണ്ട്. മാങ്ങകൾ. ബി എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് 500 മാങ്ങയുണ്ട്. 500 മാംഗോസ് ഉണ്ട്. എ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് 300 മാംഗോസ് ഉണ്ട്. അപ്പോൾ ഈ എയുടെയും ബിയുടെയും കയ്യിലുള്ള മാങ്ങകളുടെ റേഷ്യോ, അതായത് 300 എയുടെയും ബിയുടെയും കയ്യിലുള്ള മാങ്ങകളുടെ റേഷ്യോ 300:500. നമ്മൾ ഇങ്ങനെയാണ് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത്. താഴെ മുകളിൽ ഓരോ ഡോട്ട്. റേഷ്യോ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് താഴെ മുകളിൽ ഓരോ ഡോട്ട്. അതായത് 300:500 എന്നാണ് വായിക്കുക ഈ റേഷ്യോ. ഈ റേഷ്യോ എല്ലാം ഈ ലാർജർ വാല്യൂസിലല്ല എഴുതുക, സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. എത്ര വെട്ടിക്കുറച്ച് എത്ര സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അത് എഴുതണം. ഇവിടെ 2 0, ഇവിടെ 2 0. അതായത് ഈ 2 zeros ക്യാൻസലായാൽ 3:5. എയുടെയും ബിയുടെയും കയ്യിലുള്ള മാങ്ങകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. 3:5 ആണ്. ഇനി വേറെ 2-3 ഉദാഹരണങ്ങൾ നോക്കാം. പിയുടെ കയ്യിൽ 10 ബുക്കുകളുണ്ട്. ക്യൂവിൻ്റെ കയ്യിൽ 5 ബുക്കുകളുണ്ട്.
അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂവിൻ്റെയും കയ്യിലുള്ള ഈ രണ്ടുപേരുടെയും കയ്യിലുള്ള ബുക്കുകളുടെ അംശബന്ധം, ബുക്കുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 10:, അതാ ഈസ്റ്റു ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കുത്ത്, മുകളിലൊരു കുത്ത്, താഴെ ഒരു കുത്ത്. റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സിമ്പൽ കൊണ്ടാണ്. 10:5, അതായത് 10:5. അതിനെ നമുക്ക് സിംപ്ലസ്റ്റ് മോഡൽ ഇതിൽ എഴുതാമല്ലോ, സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാമല്ലോ. ഇവിടെ 5 ആണ് കോമൺ ഫാക്ടർ. 5 വെച്ച് കട്ട് ചെയ്യുക. 5 ones by 2, ദാറ്റ് ഈസ് 2:1. പിയുടെയും ക്യൂവിൻ്റെയും കയ്യിലുള്ള ബുക്കുകളുടെ അംശബന്ധം, ബുക്കുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇനി വേറെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ അരിമാവ് ഉണ്ടാക്കുന്നു, ദോശയ്ക്ക് അരിമാവ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ദോശയ്ക്ക് അരിമാവ് ഉണ്ടാക്കുന്നു, അതായത് അതിനെന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടേ? അരിയും വേണം, ഉഴുന്നും വേണം. അരിയും വേണം, ഉഴുന്നും വേണം. അതായത് 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ഉഴുന്ന് വേണം. 4 ഗ്ലാസ് അരിക്ക് നമുക്ക് വീട്ടിൽ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അരിമാവ് ഉണ്ടാക്കുന്നതിന്, ദോശയൊക്കെ ഉണ്ടാക്കാൻ അരിമാവ് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ഉഴുന്ന് വേണം. അതായത് ഈ അരിയും ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:2. ഈസ്റ്റു ഇങ്ങനെ വായിക്കുക. ഈസ്റ്റു താഴെ മുകളിലും ഓരോ കുത്ത്. റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ഡോട്ട് താഴെ മുകളിലും. 4:2. അതിൻ്റെ കോമൺ ഫാക്ടർ വെച്ച് കട്ട് ചെയ്യുക. അതായത് സിംപ്ലസ്റ്റ് ഫോമിൽ വേണം നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതാൻ. 2:1. ഇനി പി എന്ന് പറയുന്ന ആളിൻ്റെ സാലറി 50,000 രൂപയാണ്. ക്യൂ എന്ന് പറയുന്ന ആളിൻ്റെ സാലറി 25,000 രൂപയാണ്. ആർ എന്ന് പറയുന്ന ആളിൻ്റെ സാലറി 15,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന ആളിൻ്റെ മന്ത്ലി സാലറി 50,000, 50,000 റുപ്പീസാണ്. ക്യൂ എന്ന് പറയുന്ന ആളിൻ്റെ സാലറി 25,000 റുപ്പീസാണ്. ആർ എന്ന് പറയുന്ന ആളിൻ്റെ സാലറി 15,000, 15,000 രൂപയാണ്. എന്നാൽ ഈ പി ക്യൂ ആർ ഇവരെ മൂന്നാളുടെയും പേരിലുള്ള ഈ 3 പേരുടെയും മന്ത്ലി സാലറികളുടെ റേഷ്യോസ് എന്ന് പറയുന്നത് എന്ത് വരും? ആദ്യത്തെ ആളിന് 10,000:25,000 15,000. ആദ്യം നമുക്കിതിൽ കോമൺ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എപ്പോഴും റേഷ്യോ എഴുതാൻ. ഇത് വലിയ നമ്പറിലാണ്, സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. 3 സീറോസും കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്താൽ ഇവിടെ 50, ഇവിടെ 25, ഇവിടെ 15. ഇനി 5 വെച്ച് കട്ട് ചെയ്യാമല്ലോ. ഇതിന് 3ൻ്റെ ഫാക്ടേഴ്സാണ് 5. 5 10s are 50, 5 5s are 25, 5 3s are. അപ്പോൾ അവരുടെ 3 പേരുടെയും ശമ്പളത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:5:3 ആണ്. 10:5:3 ആണ് ഇവരുടെ 3 പേരുടെയും ശമ്പളത്തിൻ്റെ റേഷ്യോസ്, പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ. എന്നിട്ട് കോമൺ ആയിട്ട് വരുന്ന എല്ലാം ക്യാൻസലാക്കിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതാൻ. A is to B, C is to D. ഈ A is to B എന്ന് C is to Dക്ക് ഈ 2 റേഷ്യോസ് തമ്മിൽ തുല്യമായാൽ
അതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ, അനുപാതം എന്ന് പറയുന്നത്. രണ്ട് റേഷ്യോസ് തുല്യമായാൽ ഇഫ് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ദെൻ സി ബൈ ഡി ഈക്വൽ ടു എ ബൈ ബി, അങ്ങനെ എഴുതാം നമുക്ക്. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഡി ഈക്വൽ ടു ബി സി, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. അതായത് ഇക്വാളിറ്റി ഓഫ് ടു റേഷ്യോസ്, അതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഷ്യോ എന്തുവാന്ന് പഠിച്ചു, അതിൻ്റെ കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ഇനി പ്രൊപ്പോർഷൻസ് എന്തുവാന്ന് നോക്കാം. പ്രൊപ്പോർഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് ടു റേഷ്യോസ്, രണ്ട് റേഷ്യോസ് തമ്മിലുള്ള തുല്യത, രണ്ട് റേഷ്യോസ് തമ്മിൽ തുല്യമാകുമ്പോഴാണ് നമ്മൾ അതിനെയാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഈസ് നോൺ ആസ് പ്രൊപ്പോർഷൻ. അതായത് എ ഈസ് ടു ബി ഈസ് ഇക്വലൻ്റ് ടു, അത് 4 കുത്ത്, താഴെ 2 കുത്ത് മുകളിൽ 2 കുത്ത്, അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. റേഷ്യോ താഴെ മുകളിൽ ഓരോ കുത്താണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ 4 കുത്ത്, താഴെ 2 കുത്ത് മുകളിൽ 2 കുത്ത് താഴെ 2 കുത്ത്, 4 കുത്ത്. കൂടി പറയാം. പ്രൊപ്പോർഷൻ ഇക്വാളിറ്റി ഓഫ് ടു റേഷ്യോസ്, അതിനെയാണ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. ഇക്വാളിറ്റി ഓഫ് ടു റേഷ്യോസ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷൻ. അത് നമുക്ക് ഇപ്പോൾ എ ഈസ് ടു ബി ഈസ് ഇക്വലൻ്റ് ടു, അതായത് പ്രൊപ്പോർഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ 4 കുത്ത്, മുകളിൽ 2 കുത്ത് താഴെ 2 കുത്ത്, ടു സി ഈസ് ടു ഡി, ഓർ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി. അതായത് ഇഫ് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ നമുക്ക് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതാം. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതാം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം പ്രോബ്ലം ചെയ്യുമ്പോൾ. എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി. അപ്പോൾ നമ്മൾ റേഷ്യോ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് റേഷ്യോ ഒന്നുകൂടി പറയാം. റേഷ്യോ ഈസ് ദ കമ്പാരിസൺ ഓഫ്, കമ്പയർ ചെയ്യുക, നമ്മൾ താരതമ്യപ്പെടുത്തി പറയുക, കമ്പാരിസൺ ഓഫ് 2 or more values, 2 അതിൽ കൂടുതലോ വാല്യൂകളെ തമ്മിൽ, എണ്ണങ്ങളാകാം, റുപ്പീസ് ആകാം, സാലറി ആകാം, വേജസ് ആകാം, എന്ത് വേണേലും ആകാം. 2 or more values, 2 അതിൽ കൂടുതലോ വാല്യൂസ് കമ്പയർ ചെയ്യുന്ന ആ പ്രക്രിയ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ 10 ഓറഞ്ചുണ്ട്, വൈ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ 15 ഓറഞ്ചുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 എണ്ണം ഉണ്ട് ഓറഞ്ച്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും കയ്യിലുള്ള ഓറഞ്ചുകളുടെ എണ്ണത്തിൻ്റെ നമ്പർ ഓഫ് ഓറഞ്ചസ്, അതിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 10:15. ഇതിങ്ങനെ താഴെ മുകളിൽ 2 കുത്തായിട്ടാണ് റേഷ്യോ നമ്മൾ കാണിക്കുന്നത്. 10:15. ഇനി അത് ഷോർട്ടസ്റ്റ് ഫോമിൽ, സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ. ഇതിന് കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, കോമൺ ഫാക്ടർ വെച്ച് കട്ട് ചെയ്യുക. അതായത് ദാറ്റ് ഈസ് 2:3. ദാറ്റ് ഈസ് 2:3. അപ്പോൾ റേഷ്യോ എന്താണെന്ന് പഠിച്ചു, റേഷ്യോയുടെ എക്സാമ്പിൾസ് പഠിച്ചു, പ്രൊപ്പോർഷൻ പഠിച്ചു. ഇനി നമുക്ക് പല തരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. ഇത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ തിയറി നല്ല ഈസി ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്, പലതരത്തിലുള്ള റേഷ്യോസ്. There are 6 types of ratios. അതായത് റേഷ്യോസ് ആകെ എത്ര തരത്തിലുണ്ട്? 6 തരത്തിലുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ.
2 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. 3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 4 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 5 ഇൻവേഴ്സ് റേഷ്യോ. 6 കോമ്പൗണ്ട് റേഷ്യോ. ഇതാണ് 6 തരത്തിലുള്ള വ്യത്യസ്ത റേഷ്യോസ്. 6 തരത്തിൽ നമുക്ക് റേഷ്യോസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്, ദാറ്റ് ഈസ് 6 ടൈപ്സ് ഓഫ് റേഷ്യോസ്. 1 ഈസ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. 2 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. 3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 4 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 5th ഇൻവേഴ്സ് റേഷ്യോ. 6th കോമ്പൗണ്ട് റേഷ്യോ. ഇനി ഈ ഓരോ റേഷ്യോയും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഇപ്പോൾ 6 എണ്ണം പറഞ്ഞു. ഇനി ഈ 6 എണ്ണം ഓരോന്നും വിശദമായിട്ട് പഠിക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ് എന്നൊക്കെ നോക്കാം. ഇനി കൺസിഡർ എ റേഷ്യോ ടു ഈസ് ടു 3. 2:3 എന്ന റേഷ്യോ പരിഗണിക്കുക. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ ഈ 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 2² 3². പരീക്ഷയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്ന് കാണുന്ന ചോദ്യമാണിത്. 4:9 അതാണ് അതിൻ്റെ ഉത്തരം. 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞാൽ സിംപ്ലി സ്ക്വയർ ഡം 2² 3². 4:9. ഇനി 4:9 എന്ന അതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. വേണേ 1-2 എക്സാമ്പിളും കൂടെ എഴുതാം. 5:3 ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങ് സ്ക്വയർ ചെയ്ത് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. 5² 3² ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇതിൻ്റെ 5:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5² 3². ദാറ്റ് ഈസ് 25:9. ഇനി ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ചെയ്ത് അതിൻ്റെ റേഷ്യോ അങ്ങ് എഴുതിയാൽ മതി, വേറെ ഒന്നും അറിയാനില്ല. ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അതായത് ഒരു 25:16 ഒരു റേഷ്യോ കൺസിഡർ ചെയ്യുക. അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്തുവാന്ന് ചോദിച്ചാൽ മുമ്പേ ഡ്യൂപ്ലിക്കേറ്റിന് സ്ക്വയറായി എടുത്തെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അന്നേരം സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടും. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 25:16 ഈസ് സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 25 സ്ക്വയർ റൂട്ട് ഓഫ് 16 ദാറ്റ് ഈസ് 5:4. ഇനി വേറൊരു റേഷ്യോ നോക്കാം. 9:4. അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? വെറുതെ അങ്ങ് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, അതാണ് അതിൻ്റെ ആൻസർ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇത് വരും സ്ക്വയർ റൂട്ട് ഓഫ് 9 സ്ക്വയർ റൂട്ട് ഓഫ് 4 ദാറ്റ് ഈസ് 3:2. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എടുക്കുക. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റേഷ്യോയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. നെക്സ്റ്റ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആയി, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആയി. ഇനി ട്രിപ്ലിക്കേറ്റ് റേഷ്യോ മൂന്നാമത്തെ. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് നമ്മളൊരു റേഷ്യോ കൺസിഡർ ചെയ്യുക 2:3. അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് എന്നുള്ള വാക്കിൽ തന്നെ സ്പഷ്ടമാണ്. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ് എടുത്താൽ മതി. അതായത് ഈസ്
2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയാൻ 2 ക്യൂബ് 3 ക്യൂബ്. അതായത് 2 സ്ക്വയർ ഇൻറ്റു 2 8:27. അതാണ് ഇതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഇനി വേറൊരെണ്ണം നോക്കാം. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ തന്നേക്കുന്ന റേഷ്യോ അതിൻ്റെ രണ്ടിൻ്റെയും ക്യൂബ് എടുത്ത് എഴുതും, അതിൻ്റെ റേഷ്യോ ആക്കി എഴുതും. അതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 4:5 എന്ന് പറഞ്ഞാൽ അതേത് വരും? 4 ക്യൂബ് 5 ക്യൂബ്. അതായത് 125. ഇതാണ് സിംപ്ലി ഇതിൻ്റെ രണ്ടിൻ്റെയും ക്യൂബ് എടുത്താൽ മതി. 4:5ൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ റേഷ്യോ എഴുതും, അത്രയേ ഉള്ളൂ. ഇനി ട്രിപ്ലിക്കേറ്റ് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇനി ട്രിപ്ലിക്കേറ്റ് പറഞ്ഞു. ⅓ 8. അതായത് ഇതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് കാണാൻ അതിൻ്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. സബ് ട്രിപ്ലിക്കേറ്റ് ഓഫ് 125:8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യൂബിക് റൂട്ട് അങ്ങ് എടുത്താൽ മതി. ക്യൂബിക് റൂട്ട് ഓഫ് 8. അതായത് 8 ഏതിൻ്റെ ക്യൂബാന്ന് നോക്കിയാൽ മതി, അതാണ് ആൻസർ വരിക. 125 5ൻ്റെ ക്യൂബാണ്. ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ വെറും 5 വരും. 8 2ൻ്റെ ക്യൂബാണ്. അത് ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ 5:2. 5/2. ഇനി അടുത്തത് ഇൻവേഴ്സ് റേഷ്യോ, അഞ്ചാമത്തത്. ഇൻവേഴ്സ് റേഷ്യോ ഭയങ്കര ഈസിയാണ്, നമുക്ക് വെറുതെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 3:4 ഈസ്, അത് നേരെ തിരിച്ചിടുക, 4:3. അത് സിമ്പിളാണ്. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 3:5 ഈസ് 5:3. അത്രയേ ഉള്ളൂ. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 3:4 ഈസ്, അത് നേരെ അങ്ങ് തിരിച്ചിടുക, 4:3. ഇനി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 3:5 ഈസ്, നേരെ തിരിച്ചിടുക, 5:3. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റിൽ ആറാമത്തേത് കോമ്പൗണ്ട് റേഷ്യോ. ആറ് ടൈപ്പാണ് ഉള്ളതെന്ന് പറഞ്ഞ് 5 എണ്ണവും പറഞ്ഞു കഴിഞ്ഞ് കോമ്പൗണ്ട് റേഷ്യോ. A:B എന്ന് പറയുന്നത് 2:3, B:C എന്ന് പറയുന്നത് 5:4, C:D എന്ന് പറയുന്നത് 6:7 ആണെന്നിരുന്നോട്ടെ. ഈ 3 റേഷ്യോസ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ കോമ്പൗണ്ട് റേഷ്യോ കാണാൻ പറഞ്ഞാൽ A:B, B:C, C:D തന്നിട്ടുണ്ട്. അതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല. കോമ്പൗണ്ട് റേഷ്യോ ഇതും കൂടെ ഇൻറ്റു ചെയ്യും. അതായത് കോമ്പൗണ്ട് റേഷ്യോ എന്നിട്ട് ന്യൂമറേറ്ററിൽ എഴുതുക. കോമ്പൗണ്ട് റേഷ്യോ ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പൗണ്ട് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ 2 × 5 × 6 ഡിവൈഡഡ് ബൈ, ഇനി അടുത്തത് രണ്ടാമത്തെ റേഷ്യോയിൽ രണ്ടാമതുള്ള വാല്യൂസ് എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. 3 × 4 × 7 ഇസ് ഈക്വൽ ടു, ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കട്ട് ചെയ്യുക. 5/7 വരും. അതായത് 5:7. 5/7 കോമ്പൗണ്ട് റേഷ്യോ 5/7. A:B നമുക്ക് A/B എന്നും എഴുതാം. A/B എന്നും എഴുതാം. ഈ ചോദ്യം നോക്കാം.
2:3 ഈസ് ഇക്വലൻ്റ് ടു x:12 ആയാൽ എക്സിൻ്റെ വില കാണുക. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇതിനെ നേരത്തെ ഇത് പെട്ടെന്ന് എഴുതാനുള്ള എളുപ്പവഴി പറയാം. ഇതിൻ്റെ മെത്തേഡെന്ന് പറയാൻ 2/3 ഈസ് ഈക്വൽ ടു x/12 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇങ്ങനെ എഴുതാതെ പെട്ടെന്ന് ചെയ്യാൻ ടെസ്റ്റിനൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ചെയ്തിരിക്കാൻ സമയമില്ല. ഫസ്റ്റും ലാസ്റ്റും കൂടി ഇൻറ്റു ചെയ്യുന്നത്, അതായത് ഇടയ്ക്കുള്ളത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും കൂടി ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ x സമം 2 × 12 ഡിവൈഡഡ് ബൈ 3 കൂടെ കിടക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കണം 8. അതായത് ഇടയ്ക്കുള്ളത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും കൂടെ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ്. നമ്മൾ ബൈബി ഈക്വൽ ടു ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാൻ അത്രയും സമയം പോകത്തില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസൊക്കെ നമ്മൾ ഓർത്താൽ മതി. ഇത് രണ്ടും കൂടെ ഫസ്റ്റും ലാസ്റ്റും കൂടി ഇൻറ്റു ചെയ്യുന്നത് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് 3x ഈക്വൽ ടു 2 × 12 x ഈക്വൽ ടു 2 × 12 ഡിവൈഡഡ് ബൈ 3 4 ആൻസർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് A:B എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ടെസ്റ്റിനും കാണുന്ന ഒരു ചോദ്യ മോഡലാണ്. A:B എന്ന് പറയുന്നത് 2:4 B:C എന്ന് പറയുന്നത് 5:3 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ A:B:C കാണുക. A:B യും തന്നിട്ടുണ്ട്, B:C യും തന്നിട്ടുണ്ട്. അതിനാണെങ്കിൽ നമുക്ക് എളുപ്പ വഴിയിൽ കാണാനത് ചെയ്യാനാണെങ്കിൽ കുറേ ലെങ്തി മെത്തേഡാണ്. തിയറി പഠിച്ചിട്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. C A:B ആദ്യത്തെ വില ഇവിടെ എഴുതുക 2:4. ഇനി അല്ല, ഇവിടെ ഒരു ബ്ലാങ്ക് വേണം. B:C A:B ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാം. A:B ഈക്വൽ ടു 2:4 B:C ഈക്വൽ ടു 3:5 A:B:C. അത് കാണാൻ വേണ്ടി ആദ്യം ഇത് രണ്ടും എഴുതും 2:4. ഇനി അടുത്തത് ഇത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതും BCയുടെ വില, അതായത് 3:5 3യുടെ നേരെ 5. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് എത്രയെന്ന് അറിയാൻ വേണ്ടി ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അതായത് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാ 4. ഇനി ഈ ബ്ലാങ്കിന് തൊട്ട് നിയറസ്റ്റ് നമ്പർ ഏതാ 3. അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. 2 3 6 4 3 12 4 20. അപ്പോൾ A:B:C എന്ന് പറയുന്നത് A:B:C എന്ന് പറയുന്നത് ഇതാ. ഇത് മൂന്നും കൂടെയുള്ള റേഷ്യോ 6:12:20. ഇനി അത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 3:6:10. ഇതാണ് A:B:Cയുടെ വില. വേറെ 2-3 കണക്ക് ചെയ്യാം. A:B വില 3:5 B:C വില 5:2. അങ്ങനെ ആയാൽ നമുക്ക് A:B:C ഇവിടെ ഇവിടെ A:B വാല്യൂ ആദ്യം എഴുതുക 3:5. ഇത് ഫസ്റ്റ് ഇത് എഴുതുക ഫസ്റ്റ്. എന്നിട്ട് B:C വില അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക 5:2. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ, അതായത് ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ 5. ഇവിടെ അതുപോലെ ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ 5. ഇനി ഇത് മൂന്നും കൂടെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക 10. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക, രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. അപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ മൂന്നിൻ്റെ റേഷ്യോ ആണ് A:B:C.
A:B:C ഈക്വൽ ടു 15:25:10. ഇനി 5 വെച്ച് കട്ട് ചെയ്യാം. 3:5:2. ഇതാണ് A:B. എപ്പോഴും റേഷ്യോ എപ്പോഴും സിംപ്ലസ്റ്റ് മോഡലിൽ എഴുതണം. ഈ ചോദ്യത്തിൽ തന്നെ A:Bയും തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ട്. A:C ചോദിച്ചെങ്കിൽ ഇത് രണ്ടും മാത്രം എഴുതിയാൽ മതി. എയുടെയും സിയുടെയും നേരെയുള്ളത് റേഷ്യോ A:C. അങ്ങനെയും ചോദിക്കാം. A:B:C അല്ലെങ്കിൽ A:C. അതായത് 15:10. A:C എന്ന് പറയുമ്പോൾ എയുടെ നേരെയുള്ളതും സിയുടെ നേരെയുള്ളതും എഴുതണം. അപ്പോൾ 5 വെച്ച് കട്ട് ചെയ്യാം നമുക്ക്. 3:2. ഇനി തിരിച്ച് A:C പകരം B:C ചോദിച്ചെങ്കിലോ? അങ്ങനെയും ചോദിക്കാമല്ലോ. ഈ ബിയുടെയും ഈ സിയുടെയും നേരെയുള്ള രണ്ട് വാല്യൂസിൻ്റെ റേഷ്യോ എഴുതുക. ബിയുടെ നേരെയുള്ള 25, സിയുടെ നേരെയുള്ളത് 10. 5 വെച്ച് കട്ട് ചെയ്യുക. 5:2. ഇതിനൊരു 2-3 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. A:B എന്ന് പറയുന്നത് 3:7 ആണ്. B:C എന്ന് പറയുന്നത് 5:2 ആണ്. അങ്ങനെയാണെങ്കിൽ A:B:C കാണുക, A:C കാണുക, B:C കാണുക. ഒന്നാമത്തെ ചോദ്യം A:B:C, രണ്ടാമത്തത് A:C, മൂന്നാമത്തത് B:C. അങ്ങനെ 3 ചോദ്യം. ഏത് വേണേലും ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇപ്പോൾ ചിലപ്പോൾ A:B:C ആണെങ്കിൽ അതിൻ്റെ 3ൻ്റെ റേഷ്യോ എഴുതുക. അതൊന്നും കൂടെ പറയാം. A:B:C. ഇനി ഇത് താഴെ എഴുതുക. A:B നേരെ ഫസ്റ്റ് റേഷ്യോ എഴുതുക 3:7. ഇനി B:C നേരെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം, ആ ലൈനിൽ എഴുതരുത്, തൊട്ട് താഴത്തെ ലൈനിലായിട്ട് എഴുതുക 5:2. 5:2. ഇനി ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. അത് നമുക്കറിയില്ല. അതിന് എന്ത് ചെയ്യണം? ഈ ബ്ലാങ്കിന് തൊട്ട് നിയറസ്റ്റ് കിടക്കുന്ന നമ്പറാണ് ഇവിടെ വരിക, അതായത് 7. ഇനി ഈ ബ്ലാങ്കിന് തൊട്ട് നിയറസ്റ്റ് നമ്പറാണ് വരിക, അതായത് 5. ഇനി നമ്മളിതങ്ങ് ആക്കിയിട്ട് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. 14, 35. 7 × 5 35, 3 × 5 15. A:B:C. A:B:C ഏതാന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ 3ൻ്റെ റേഷ്യോ ആണ്. എയുടെ നേരെ കിടക്കുന്ന വാല്യൂ 15, ബിയുടെ നേരെ കിടക്കുന്ന വാല്യൂ 35, സിയുടെ നേരെ കിടക്കുന്ന വാല്യൂ 14. അതായത് 15:35:14. ഇത് ഷോർട്ടാക്കാൻ പറ്റത്തില്ല, കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതുക. സിംപ്ലസ്റ്റ് മോഡലിൽ എഴുതാൻ അത്രേ പറ്റും. 3നും കോമൺ ഫാക്ടർ വന്നാലേ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി A:B ചോദിക്കുന്നതെങ്കിൽ എയുടെ അവിടെ കിടക്കുന്ന വാല്യൂം ബിയുടെ നേരെ കിടക്കുന്ന വാല്യൂ, ഇത് നമ്മളിവിടെ എഴുതിയത്. അതായത് A:B കണ്ടെങ്കിൽ 15:35. നേരം 5 വെച്ച് കട്ട് ചെയ്യാം. 3, അതായത് 3:7. 3:7. ഇനി A:C കണ്ടെങ്കിലോ? എയുടെ നേരെ കിടക്കുന്ന വാല്യൂം സിയുടെ നേരെ കിടക്കുന്ന വാല്യൂ, അതായത് 15:14. അത് സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെ കിടക്കുന്ന, കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. വേറെ ഒരു പ്രോബ്ലം ചെയ്യാമല്ലോ. X:Y എന്ന് പറയുന്നത് 2:3 Y:Z എന്ന് പറയുന്നത് 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ X:Y:Z എത്ര? നമുക്ക് നോക്കാം. മുമ്പേ പറഞ്ഞ പോലെ X:Y:Z. X:Y ആദ്യത്തെ റേഷ്യോ ഇതിൻ്റെ തൊട്ട് താഴെ എഴുതുക. XYയുടെ താഴെ എഴുതുക 2:3. ഇനി അടുത്ത Y:Z വാല്യൂ ഇതിൻ്റെ ഈ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക 4:5. ഇവിടെ 2 ബ്ലാങ്ക് വന്നു. ഈ സെഡിൻ്റെ നേരെയുള്ളത് നമുക്കറിയില്ല, ഈ എക്സിൻ്റെ നേരെയുള്ള അറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഈ
ഇതിൻ്റെ തൊട്ട് നിയറസ്റ്റ് നമ്പർ എഴുതണം. ഈ ബ്ലാങ്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറാണ് ഇവിടെ വരുന്നത് 3, തൊട്ടടുത്ത് കിടക്കുന്നത്. അതുപോലെ ഈ ബ്ലാങ്കിൻ്റെ തൊട്ടടുത്ത് നിയറസ്റ്റ് നമ്പറാണ് ഇത് വരിക. അതാണ് ഈസി മെത്തേഡ്. അല്ലാതെ ലെങ്തി മെത്തേഡുണ്ട്, നമുക്ക് എക്സാമിനൊക്കെ ഈസി മെത്തേഡ്, ടൈം വേസ്റ്റ് ആയിപ്പോവും. ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 15, 12, 8. ഇനി A:B:C എന്ന് പറഞ്ഞാൽ ഇത് 3ൻ്റെയും കൂടെ റേഷ്യോ, അല്ലെങ്കിൽ സോറി X:Y:Z എന്ന് പറഞ്ഞാൽ 8:12:15. 8:12:15. അടുത്തത് X:Z ചോദിക്കുന്നെങ്കിലോ ഫസ്റ്റ് വാല്യൂ ലാസ്റ്റ് വാല്യൂ 8:15. അതൊന്നും ഷോർട്ടാക്കാനൊന്നും ഇല്ല, 3ലും കോമൺ ഫാക്ടർ വരണം. ഇനി Y:Z ചോദിക്കുന്നെങ്കിലോ 12:15. അത് വേണേൽ ഷോർട്ടാക്കാം, 3 വെച്ച് കട്ട് ചെയ്താൽ 4, 5. 4:5. ഇങ്ങനെയാണിത് ചെയ്യുന്ന ഈസിയസ്റ്റ് മെത്തേഡ്. ഒരു ചോദ്യം. If A/B = 2:3, അങ്ങനെ അല്ല A:B = 2:3 ആയാൽ A/Bയുടെ വില 2/3 ആണ്. A/Bയുടെ വില 2/3 ആണ്. 3A = 2B. അങ്ങനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. Recollecting the portion ratio, comparison of 2 or more values. അത് A എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് 5 ആപ്പിള്, B എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് 3 ആപ്പിള് ഉണ്ടെങ്കിൽ എയുടെയും ബിയുടെയും കയ്യിലുള്ള ആപ്പിളുകളുടെ റേഷ്യോ നമ്മൾ 2 ഡോട്ട് ഇട്ടാണ് കാണിക്കുന്നത് 5:3. ഇനി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, അതായത് 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2² 3², അതായത് 4:9. ചുമ്മാ സ്ക്വയർ ചെയ്താൽ മതി ഓരോന്നും. ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അതായത് 25:16 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 25:16 എന്ന് പറഞ്ഞാൽ എന്താണ്, 2ൻ്റെ സ്ക്വയർ റൂട്ട് അങ്ങ് എഴുതിയാൽ മതി. 25√25:16 സ്ക്വയർ റൂട്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ 5:4. എന്തിൻ്റെ സ്ക്വയർ ആണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് വരുമ്പോൾ 4ൻ്റെ സ്ക്വയർ ആണല്ലോ 16, സ്ക്വയർ റൂട്ട് വരുമ്പോൾ 4 എഴുതുക. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്തിൻ്റെ സ്ക്വയർ ആണോ അതാ എഴുതണ്ടേ. 5ൻ്റെ സ്ക്വയറല്ലേ 25, 4ൻ്റെ സ്ക്വയറല്ലേ 16. നെക്സ്റ്റ് 3 ട്രിപ്ലിക്കേറ്റ് അതാ ടേമിൽ തന്നെ അറിയാം. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2:3. 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ അതിൻ്റെ ക്യൂബ് അങ്ങ് എടുത്താൽ മതി. 2ൻ്റെ 2³ 3³ ദാറ്റ് ഈസ് 8:27. ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ 2ൻ്റെയും ക്യൂബിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എഴുതി, സബ് ഡ്യൂപ്ലിക്കേറ്റ് എഴുതി, ട്രിപ്ലിക്കേറ്റ് എഴുതി. ഇനി സബ് ട്രിപ്ലിക്കേറ്റ്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 8:27. അങ്ങനെ വരുമ്പോൾ ഈ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 8:27 എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. സബ് ഡ്യൂപ്ലിക്കേറ്റിനാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കും. ഇതിൻ്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. ക്യൂബിക് റൂട്ട് ഓഫ് 8:27
ക്യൂബിക് റൂട്ട് ഓഫ് 27. അതായത് 8 ഏതിൻ്റെ ക്യൂബാണ്? 2. ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ അത് ക്യാൻസലായി പോകും. 2 ഏതിൻ്റെ ക്യൂബാണോ അത് എഴുതിയാൽ മതി. 2:3. സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുക. സബ് ട്രിപ്ലിക്കേറ്റ് ഓഫ് റേഷ്യോ ഓഫ് 125:64 ഈസ് ക്യൂബിക് റൂട്ട് ഓഫ് 125 ഈസ് ടു ക്യൂബിക് റൂട്ട് ഓഫ് 64. അതായത് 125 എന്തിൻ്റെ ക്യൂബാണ്? 5ൻ്റെ. അതായത് 5 ഈസ് ടു ഇത് 64 ഏതിൻ്റെ ക്യൂബാണ്? 4 ക്യൂബാണ് 64. അപ്പോൾ അതിൻ്റെ ആൻസർ 5:4. നെക്സ്റ്റ് ഇൻവേഴ്സ് റേഷ്യോ. അത് സിമ്പിളാണ്. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 5:4 ഈസ് 4:5. അതായത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 2:3 ഈസ് നേരെ തിരിച്ചിടുക അതിൻ്റെ റേഷ്യോകൾ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കോമ്പൗണ്ട് റേഷ്യോ, ആറാമത്തത്. കോമ്പൗണ്ട് റേഷ്യോ A:B എന്ന് പറയുന്നത് 2:3, B:C എന്ന് പറയുന്നത് 4:5, C:D എന്ന് പറയുന്നത് 3:2 ആയാൽ ഇത് കോമ്പൗണ്ട് റേഷ്യോ, ഇതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഈ വാല്യൂ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക. അതായത് 2 × 4 × 3 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വാല്യൂസ് 3 × 5 × 2. കട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കട്ട് ചെയ്യുക. 2 കട്ട് ചെയ്തു, 3 കട്ട് ചെയ്തു, 4/5 എന്ന് വരും കോമ്പൗണ്ട് റേഷ്യോ. ഇത് ഫസ്റ്റ് വാല്യൂസ് എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക. സെക്കൻഡ് വാല്യൂസ് എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. ഇനി പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ റേഷ്യോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് 2 റേഷ്യോസ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷൻ. രണ്ട് റേഷ്യോകളുടെ ഇക്വാളിറ്റിയാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. A:B ഈസ് ഇക്വലൻ്റ് ടു, അതായത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 4 കുത്ത് താഴെ മുകളിലും ഈ 2 കുത്ത് വീതം. നെക്സ്റ്റ് 2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ A/B = 1/2 എന്ന് എഴുതാം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2A = B ഇങ്ങനെയും എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതും കൂടെ പറഞ്ഞേക്കാം. 12:x ഈസ് ഇക്വലൻ്റ് ടു 3:4. അങ്ങനെ പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞത് ഓർത്താൽ മതി. ഇത് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മിഡിൽ. ഇത് ചെയ്യാൻ ഇപ്പോൾ 12/x ഈസ് ഈക്വൽ ടു 3/4 അങ്ങനെ പറഞ്ഞു ലെങ്തി ആയിട്ട് ചെയ്യാൻ നമുക്ക് ടൈമില്ല. ഇത് ഇടയ്ക്കലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും കൂടി ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ വില 12 × 4/3 16. എക്സിൻ്റെ വില 16. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യാൻ എളുപ്പമായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുത്ത പാർട്ട് 2 അടുത്ത വീഡിയോയിലെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക.
താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭ്യമാണ്. താങ്ക്